കുറച്ച് ദിവസമായില്ലേ നമ്മള് നെക്ലേസ് ഒക്കെ ഉണ്ടാക്കിയിട്ട്. അപ്പൊ നമുക്കൊരു നെക്ലേസ് ഉണ്ട്. ഈ ഒരു സ്റ്റോൺ ഇല്ലേ, ഞാൻ നാളെ ഒരു ദിവസം രാമനാട്ടുകര പോയപ്പോഴേ അവിടെ കണ്ടിട്ട് വാങ്ങിയതാണ്. ഇതൊരു പാക്കറ്റിന് 60 രൂപയാണ് കേട്ടോ എനിക്ക് ആയത്. പിന്നെ എന്റെ കയ്യിലാണെങ്കിൽ കുറച്ച് സ്റ്റോൺ ചെയിൻ ഒക്കെ ഉണ്ട്. അപ്പൊ ഞാൻ വിചാരിച്ചത് നമുക്ക് അടിപൊളിയായിട്ട് ഒരു ചോക്കർ ഉണ്ടാക്കി നോക്കാം. പിന്നെ ഈ ഒരു ചോക്കർ ഉണ്ടാക്കി എടുക്കാൻ വലിയ പാടൊന്നും ഇല്ല കേട്ടോ. ഈ ഒരു സ്റ്റോണും അതേപോലെ തന്നെ കുറച്ച് സ്റ്റോൺ ചെയിൻസ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഇത് എളുപ്പത്തിൽ ഉണ്ടാക്കി. അപ്പൊ അതിന് അതുപോലെ ഒട്ടിച്ചെടുത്തിട്ട് ഇതൊന്ന് കട്ട് ചെയ്തെടുക്കണം. ഇനിയാണ് അടുത്ത പണി. ഞാനുണ്ടല്ലോ അതൊരു ക്ലോത്തിലാണ് കേട്ടോ പ്രാവശ്യം ഉണ്ടാക്കുന്നത്. നമ്മളൊരു 3-4 നെക്ലേസ് ഉണ്ടാക്കി ഉണ്ടാവും. പക്ഷെ അതൊക്കെ ഞാൻ ഉണ്ടാക്കിയത് OHP ഷീറ്റിലാണ്. അതൊക്കെ ആണെങ്കിൽ ഉണ്ടല്ലോ അത് ഒരു ഉറപ്പ് പോലെ ഇങ്ങനെ നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവില്ല, തീരെ ഫ്ലെക്സിബിൾ അല്ലാതെ അങ്ങനെ വടി പോലെ നിൽക്കും. അപ്പൊ എന്നടുത്ത് കുറെ പേര് കമന്റിൽ ചോദിച്ചിട്ടുണ്ട്, ചേച്ചി ഇത് ഇങ്ങനെ വടി പോലെ നിൽക്കൂലേ എന്നുള്ളത്. അപ്പൊ എനിക്ക് അത് വലിയ ബുദ്ധിമുട്ടായിട്ടൊന്നും തോന്നിയില്ല. പീലിക്കുട്ടിന്റെ കഴുത്തിലൊക്കെ ഇടുമ്പോൾ നല്ല ഭംഗി തന്നെ നിൽക്കലൊക്കെ ഉണ്ട്. പിന്നെ എനിക്ക് തോന്നുന്ന പിന്നെ ഒന്ന് ക്ലോത്തിൽ ചെയ്ത് നോക്കാൻ ഉണ്ടാവും പാടുന്ന് അറിയണല്ലോ. പക്ഷെ എന്റെ ആ ഒരു ബുദ്ധി ഉണ്ടല്ലോ ഈ ചോക്കർ ഉണ്ടാക്കിയതിൽ വെച്ചിട്ട് ഞാൻ എടുത്തിട്ടുള്ള ഏറ്റവും നല്ല തീരുമാനം. പിന്നെ ഈ ഒരു ക്ലോത്തിന്റെ ലിങ്ക് വരുമോ ചോദിക്കേണ്ടത്, ഞാൻ നെറ്റിപ്പട്ട ഉണ്ടാക്കുമ്പോഴേ ബാലൻസ് വരുന്ന പീസൊക്കെ എടുത്ത് വെക്കലുണ്ട്. അപ്പൊ അതും ഇങ്ങോട്ട് എടുത്തു. പിന്നെ നമ്മൾ OHP ഷീറ്റ് കട്ട് ചെയ്യുന്ന അത്ര എളുപ്പത്തിലാണ്ട് കട്ട് ചെയ്ത് എടുത്തിട്ട് ഒരു വൃത്തി അങ്ങോട്ട് തോന്നണില്ല. അപ്പൊ ഞാനൊന്ന് ലൈറ്ററും കൂടെ കാണിച്ചെടുത്തു. ഇതാണ് ഞാൻ പറഞ്ഞ നല്ല ഫ്ലെക്സിബിൾ ആണ് എന്നുള്ളത്. അങ്ങനെ പറഞ്ഞ് നമ്മൾ ചോക്കറിന്റെ പണി ഇവിടെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ അതാണ് കേട്ടോ ഫൈനൽ ലുക്ക്. പിന്നെ നമ്മൾ മുമ്പ് ഉണ്ടാക്കിയിട്ടുള്ള കമ്മലാണ്, അതും കൂടെ ഞാൻ ഒന്ന് വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇങ്ങനെ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് സപ്പോർട്ട് ചെയ്യണേ. ബൈ.